7ാം LDF സർക്കാരിലെ ഏറ്റവും ശ്രദ്ധേയരായ മന്ത്രിമാരിലൊരാൾ, കൂടാതെ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രി സജി ചെറിയാൻ ഇത്തവണ ചെങ്ങന്നൂരിലെ അദ്ദേഹത്തിൻ്റെ തെങ്ങുംതറ വീട്ടിലാണ് ക്രിസ്മസ് ആഘോഷം. നമുക്ക് കാണാം, കുടുംബമുണ്ട്. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം നമുക്ക് എപ്പോഴും ലഭിക്കുന്നതാണ്. ക്രിസ്റ്റീന ചേച്ചിയുടെ കിട്ടാറുണ്ടോ ഇങ്ങനെ? ഇത് നമ്മൾ നിർബന്ധം പിടിച്ചിട്ടാണോ അതോ അല്ലാതെ സ്വയമേ ഇന്ന് ക്രിസ്മസിൽ ഇവിടെ കൂടാൻ തീരുമാനിച്ചതാണോ? അല്ല, എല്ലാ ക്രിസ്മസിലും പുള്ളി ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട്. എല്ലാ ഫെസ്റ്റിവൽസിനും ഞങ്ങളുടെ കുട്ടികളുടെയും ഞങ്ങളുടെയും കൂടെ ഇരുന്നാണ്. അമ്മച്ചിയുണ്ട്, സൈജാൻ്റെ മദർ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും ഒഴിവാക്കാറില്ല പുള്ളി. ഈ ഫെസ്റ്റിവൽ ഡേയ്സ് ഒന്നും ഒരിക്കലും ഒഴിവാക്കാറില്ല. ഈ സിനിമാ ഡയലോഗൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾക്ക് ശരിക്കും നഷ്ടപ്പെടുന്ന അവരുടെ ബാല്യവും കൗമാരവും അവരുടെ ഒരു ജീവിതത്തിൻ്റെ അച്ഛനുമായിട്ടുള്ള ഒരു കുറേ നിമിഷങ്ങളാണ്. അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാല്യമാണോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. ബിക്കോസ് അപ്പൻ എപ്പോഴും നമുക്ക് ടൈം അപ്പം കണ്ടുപിടിക്കും. മിക്കവാറും എല്ലാ രാത്രികളിൽ എപ്പോഴും വന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കും ഫുഡ് കഴിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഇയറിലെ ഏറ്റവും അടിപൊളി ടൈം എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് തന്നെയാണ്. കാരണം ക്രിസ്മസിന് അപ്പൻ മാക്സിമം ഫുൾ ഡേ നമ്മുടെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കും. രാവിലെ നമ്മൾ പള്ളിയിൽ പോയൊക്കെ വന്നു കഴിഞ്ഞിട്ട് അടുക്കളയിൽ എല്ലാവരും കൂടെ ഒരു കേരളുണ്ട് കയറി അപ്പനും എല്ലാത്തിലും പങ്കെടുക്കും. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വൈകുന്നേരം ഒരു ചാക്ക് ഓഫ് പടക്കങ്ങൾ കാണും. എന്നിട്ട് നമ്മളെല്ലാവരും പൊട്ടിക്കും. അപ്പോഴത്തേക്ക് അടുത്തുള്ള ആൾക്കാരും ഒക്കെ വരും. അപ്പോൾ ക്രിസ്മസ് ഒബ്വിയസ്ലി അപ്പൻ എപ്പോഴും എല്ലാ ക്രിസ്മസും ഞങ്ങൾ ആരെങ്കിലും മിസ് ഔട്ട് ആയെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഈ ക്രിസ്മസിന് 2 ചേച്ചിമാരില്ല, അവർ പഠിക്കാൻ പോയേക്കാണ്. അപ്പോൾ അല്ലാതെ ക്രിസ്മസിന് അപ്പൻ വൈബാണ്. ക്രിസ്മസും ന്യൂ ഇയറും ഭയങ്കര വൈബാണ്. അപ്പനെ ഒരിക്കലും ഞങ്ങളുടെ ബാല്യകാലം അപ്പനെ നമുക്ക് നന്നായിട്ട് സമയം കിട്ടിയിട്ടുണ്ട് അപ്പൻ്റെ. യാത്രകളൊക്കെ പോകാൻ പറ്റിയിട്ടുണ്ട്. അതായത് എല്ലാവരും പോകുന്ന പോലെ ആഘോഷ ദിവസങ്ങളിൽ യാത്ര പോകാനൊക്കെ ആയിട്ട് കാത്തിരുന്നിട്ട് വരാതിരുന്ന നിമിഷങ്ങളുണ്ട്. സാരിയൊക്കെ കൊടുത്ത് പോകാൻ വേണ്ടി ഇന്നിപ്പോൾ അവസാനം മന്ത്രി വിളിച്ച് പറയുന്നത് എനിക്ക് വരാൻ പറ്റില്ല. അല്ല, അത് പ്ലാനേ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ. കാരണം പുള്ളിയുടെ തിരക്ക് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ നന്നായിട്ട്, ഞാനും കുട്ടികളും നന്നായിട്ട് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗത്തിലുള്ളവരാണ്. അപ്പം പുള്ളിയുടെ തിരക്കും കാര്യങ്ങളും പുള്ളിയുടെ സൗകര്യവും ഒക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്യാറേ ഇല്ല, ഞങ്ങളങ്ങനെ പോകാറുമില്ല. ഫാമിലി ടൈം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് അങ്ങനെ അടിച്ചു പൊളിച്ചാൽ മതി. അപ്പം ഞങ്ങൾ കഴിവതും വീട്ടിൽ തന്നെ അടിച്ചു പൊളിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഞങ്ങളെങ്ങും ലോങ് പോയില്ല എന്ന് പറയാനൊക്കത്തില്ല. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും അത് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ട്രിപ്പ് പോയിട്ടുണ്ട്. ഞാൻ എല്ലാ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ടുണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിലെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം വിയറ്റ്നാം, മലേഷ്യ, ഇവിടെ എല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഞാൻ എല്ലാ 4-5 മാസം കൂടിയിരിക്കുമ്പോൾ ഞാനൊരു ട്രിപ്പ് പോകാം. ബിക്കോസ് എൻ്റെ ബ്രദേഴ്സ് നാട്ടിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ ബ്രദേഴ്സിൻ്റെ കുടുംബം ഇങ്ങനെ അവർ കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്നവരാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ മൂത്ത മകളെ കെട്ടിച്ച് വീട്ടിലെ മൂത്ത മകളുടെ ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും കണ്ടിന്യൂസ് ഇങ്ങനെ എല്ലായിടും സഞ്ചരിക്കുന്നവരാണ്. അപ്പോൾ അവരെന്നെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ അവരുടെ കൂട്ടത്തിൽ പോകാറുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളും പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ബ്രദേഴ്സിൻ്റെ കൂടെ, ബ്രദേഴ്സും കുടുംബവും ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിലാണ് മിക്കവാറും എല്ലാം ഞാൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളും പറയും പപ്പയുടെ കൂടെ പോകാൻ പപ്പയ്ക്ക് അത്രയും ദിവസം കിട്ടത്തില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 days ഒക്കെ ആയിരിക്കും സഹിച്ചാനൊന്ന് മാറി നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്നോട് പറയും, അപ്പം മമ്മി പോയിക്കോ, ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്തോളാം. മമ്മിക്കിപ്പോൾ ആരോഗ്യമുള്ള സമയത്ത് മമ്മി പോയി സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞ് കുട്ടികളും കൂടെ എന്നെ പിന്നെ എൻകറേജ് ചെയ്യും. അങ്ങനെ ഞാൻ പോകും. അങ്ങനെ പോകാറുണ്ട്. കുടുംബസ്ഥൻ എന്ന രീതിയിൽ മന്ത്രിയോട് വലിയ പരാതിയില്ല കുടുംബത്തിന്, അല്ലേ? ഒരിക്കലും ഒരു പരാതിയും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നന്നായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ സാഹചര്യം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. അതെൻ്റെ കുട്ടികളും അത് തന്നെ. അവർക്കും യാതൊരു പരാതിയോ പരിഭവങ്ങളോ ഇല്ല. അല്ലെങ്കിൽ അവരുടെയൊക്കെ പിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പപ്പയെ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ എന്നോട് പറയും, പപ്പയ്ക്ക് ഇന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടൊന്ന് നിൽക്കാൻ പറ്റുമോ ഇല്ല. ഞാൻ അന്നേരം പറയും, ആരോടും നീ പിന്നെ നേരത്തെ പറയരുത്, പപ്പ കാണും വരും, നീ അങ്ങനെ മനസ്സിലും വിചാരിക്കരുത്. പപ്പയുടെ തിരക്ക് നിനക്കറിയാമല്ലോ. പക്ഷെ അവരത് അന്നേരം മനസ്സിലാക്കും. ഞാൻ സൈജാനോട് പറയും, ഇന്ന ദിവസം കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടോ, ഒന്ന് പോകാൻ പറ്റുമോ? അന്നേരം പറയും, അയ്യോ ഇല്ല, എനിക്ക് പാർട്ടി പരിപാടികളുണ്ട്, അല്ലെങ്കിൽ വേറെ പിന്നെ ഷെഡ്യൂളിലൊക്കെ ഒത്തിരി ടൈറ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പം ഞങ്ങളത് മനസ്സിലാക്കും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ എന്നുള്ള. അപ്പം നമ്മുടെ മെയിൻ
ഈവൻസ് ഒന്നും അപ്പൻ മിസ്സാക്കാറില്ല. ഇപ്പം എൻ്റെ ഗ്രാജുവേഷന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു, ലൈക്ക് അപ്പനിപ്പോൾ ഒരു പോസ്റ്ററുകൊണ്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, ലൈക്ക് എനിക്ക് അപ്പൻ്റെ ഇത് സ്വീകരിക്കണമെന്ന്. അപ്പൻ തന്നെ ഗസ്റ്റ് ആയിട്ട് വന്നു. പക്ഷേ അപ്പൻ ബസ് ഭയങ്കര ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്ന് വെച്ചാൽ അതിൻ്റെതായ എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് പക്ഷേ അപ്പൻ തരണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. ലൈക്ക് അപ്പൻ്റെ നിന്ന് വാങ്ങിക്കുന്ന ഒരു പ്രത്യേകതയല്ലേ. അപ്പം വന്നു, അത്രയും നേരം അപ്പൻ സ്റ്റേജിലിരുന്നു. എൻ്റെതായപ്പം അപ്പൻ എനിക്ക് എടുത്ത് തന്നു, പോയി. അപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഈവൻസ് ഒന്നും അപ്പൻ മിസ്സാക്കത്തില്ല. ലൈക്ക് നമ്മുടെ കുഞ്ഞിലൊക്കെ ഇപ്പം എന്തെങ്കിലുമൊക്കെ മാർക്ക് കുറഞ്ഞാൽ നമ്മൾ അമ്മയോട് പറയാം, അമ്മ അപ്പനോട് പറയണ്ട കേട്ടോ, അപ്പനോട് പറയണ്ട. പക്ഷേ അമ്മ എല്ലാം അപ്പനോട് പറയും. പ്രോഗ്രസ് കാർഡ് അപ്പനെ കൊണ്ടേ അമ്മ സൈൻ ചെയ്യിപ്പിക്കുന്നുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നും അപ്പനെ ബിക്കോസ് അപ്പൻ അറിഞ്ഞിരിക്കണം കുട്ടികളുടെ ഓരോ സമയത്ത് അവരുടെ പൾസ് അറിയണം, അവരുടെ ഓരോ സമയത്തെ പ്രോഗ്രസ്, അവരുടെ ഓരോ സമയത്തെ മൂമെൻറ്റ്സ് എല്ലാം പിതാവ് അറിഞ്ഞിരിക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അല്ലാതെ അമ്മ അറിഞ്ഞു വെച്ചു, അത് ഇങ്ങനെ പാത്തു വെച്ചു, നോ. അപ്പൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അപ്പൻ അതിനകത്തിലൊരു പിന്നെ ഒരു അലേർട്ട്നെസ് വരണം, എൻ്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ എല്ലാം സന്തോഷ നിമിഷങ്ങളെ അവർ പ്രദാനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അപ്പനതറിയണ്ടേ. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇപ്പോൾ എല്ലാം ഇവർ പിന്നെ വിതിൻ 5 ഇവരുടെ റാങ്ക് വരുന്നത്. അപ്പോൾ അത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോഴപ്പനറിയണം. അപ്പം അപ്പൻ അതിനകത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യും. ഒരിക്കലും സൈജാൻ ഇല്ലെങ്കിൽ പോലും ഞാൻ സൈൻ ചെയ്യാറില്ല. ഞാൻ പറയും, ഇല്ല നിൻ്റെ ഫാദർ ഉണ്ട്, നിൻ്റെ ഫാദർ തന്നെ സൈൻ ചെയ്യണം. അപ്പോഴേ ഫാദർ അത് കാണും. അതുപോലെ തന്നെ പുള്ളി അത് ഓരോ സബ്ജക്റ്റും നോക്കും. അപ്പനൊന്നും വിടാറില്ല കേട്ടോ. അപ്പൻ ഇങ്ങനെ ചോദിക്കും, എന്താടി എക്സാമിന് മാർക്ക് എന്ത്. അപ്പൻ ഇങ്ങനെ ഒന്നും മിസ്സാക്കാറില്ല. നമ്മളെപ്പറ്റി നല്ലോണം അന്വേഷിക്കും. മന്ത്രിയോട് ആദ്യത്തെ ചോദ്യമാണ്, അതായത് ഇപ്പം നിലവിലുള്ള കുടുംബം, ഭാര്യ, കുട്ടികൾ, രാഷ്ട്രീയത്തിൻ്റെ തിരക്ക്, മന്ത്രിയുടെ തിരക്ക്, ഇതിന് മുമ്പുള്ളൊരു ക്രിസ്മസ് കാലം ഉണ്ടല്ലോ, അച്ഛനമ്മ, സഹോദരങ്ങൾ, നാട്ടിലെ കുട്ടച്ചായ എന്ന് വിളിക്കുന്ന സജി ചെറിയാൻ, ആ ഒരു ക്രിസ്മസ് കാലം എങ്ങനെയാണ്? 59 വർഷത്തിനിടയിൽ സന്തോഷിക്കാത്ത ഒരു സമയമില്ല. ബാല്യം വളരെ സന്തോഷകരമായ ബാല്യമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അപ്പനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു. സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. സഹോദരങ്ങളും പഠിച്ചു, അവരുടെ കാര്യത്തിൽ നേരത്തെ തന്നെ അവരെല്ലാം പോയി. അവിടെ സന്തോഷത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. പിന്നെ ഞാൻ വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ പൊതുപ്രവർത്തനം ആരംഭിച്ചു. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമില്ല, അതിനകത്ത് വളർച്ചയും തളർച്ചയും ഉണ്ടാവില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശയമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതിനും പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറത്തേക്ക് എത്താൻ പറ്റി. എന്നേക്കാൾ ഒരുപാട് കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരും അർഹതപ്പെട്ടവരും ഒരു പക്ഷെ ഉണ്ടാകാം. പക്ഷെ അവിടെയൊക്കെ എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി. ഈ അവസരങ്ങളെ ഒന്നും ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല, ചൂഷണം ചെയ്തിട്ടില്ല. ഈ അവസരങ്ങളൊക്കെ പാർട്ടിയുടെ അല്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഭാഗമായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടും സന്തോഷകരമായ കാര്യം. ആരിൽ നിന്നൊരു പരാതി വരാനോ അല്ലെ പാർട്ടിക്കകത്തൊരു നടപടി മേടിക്കാനോ അല്ലെ ഒരു തെറ്റായ കാര്യം ചെയ്തു എന്നൊരു വിചാരണയ്ക്ക് വിധേയമായിട്ട് ഒരു സന്ദർഭം ഒരു ഘട്ടത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു വിശ്വസ്തത എന്നെ സംബന്ധിച്ച് പാർട്ടിക്കുണ്ട്, സർക്കാരിനുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ട് ഏത് കാര്യം നമ്മൾ ഏൽപ്പിച്ചാലും അത് സത്യസന്ധമായി ചെയ്യും, അല്ലെ വിശ്വസ്തയോട് ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ വിവാഹം കഴിച്ചു. വിവാഹം ജീവിതത്തിൻ്റെ വിജയമായിരുന്നു. കാരണം അധികം പെൺകുട്ടികളൊന്നും കാണാൻ പോയില്ല. ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയെ കണ്ടു, പക്ഷേ അത് ഞാൻ വേണ്ടാന്ന് വെച്ചാൽ അത് കല്യാണം തന്നെ വേണ്ടാന്ന് വെച്ചൊരു കാലത്തായിരുന്നു. പിന്നെ ഇവരെ കാണുന്നു, ക്രിസ്റ്റിയെ കണ്ടു, ഞങ്ങൾ തമ്മിൽ ധാരണയായി, ആലോചിച്ചു, കല്യാണം ഫിക്സ് ചെയ്ത് നടന്നു, കുട്ടികളായി. ജീവിക്കാനുള്ള പ്രയാസഘട്ടം ആ സന്ദർഭത്തിലുണ്ടായിരുന്നു. കാരണം വരുമാനം വേണമല്ലോ. സ്വന്തമായി പല ബിസിനസ്സുകളും ചെയ്തു. നമുക്കൊരുപാട് പുതിയ അനുഭവങ്ങളാണ്. അപ്പം നമ്മൾ പുതിയ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ വന്നൊരു ഘട്ടമുണ്ട്. അവിടെ ഞങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചു, പല സംരംഭങ്ങളും തുടങ്ങി. ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തി. 10-22 വർഷക്കാലം കമ്പ്യൂട്ടർ ബിസിനസ് ചെയ്തു, സ്ഥാപനം നടത്തി. വെഡിങ് കാർഡ് ഷോപ്പ് ഉണ്ടായിരുന്നു, എനിക്കൊരു കാറ്ററിങ്ങിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, LICയുടെ പരിപാടി ഉണ്ടായിരുന്നു, പലതും ഉണ്ടായിരുന്നു. പിന്നെ അവരാ നടത്തിയത്. അപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിക്കേണ്ടത് ആ ഒരു ഘട്ടം കുട്ടികളെ പഠനം സംബന്ധിച്ചു. അപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു. കഷ്ടപ്പാട് അവരെ അറിയിച്ചാണ് പഠിപ്പിച്ചത്. ഇത് ആകാശത്തു നിന്ന് കിട്ടുന്നതല്ല, നമ്മൾ കഷ്ടപ്പെട്ടാണ്. അതെ, എല്ലാം ചെയ്ത് കഷ്ടപ്പെട്ടാണ് അവരെ പഠിപ്പിച്ചത്. ഞങ്ങൾ വലിയ സുഖങ്ങളൊന്നും അവർ വലിയ സുഖങ്ങൾ ഞങ്ങൾ അനുഭവിപ്പിച്ചിട്ടില്ല. അതായത് ഒരു സാധാരണ
ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ മക്കൾ അനുഭവിക്കുന്ന സാധാരണ സുഖങ്ങൾ എൻ്റെ കുട്ടികൾ അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെ അതെല്ലാം അവരെ പഠിപ്പിച്ചാൽ വളർത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവർ വേറെ കുഴപ്പമൊന്നും കാണിച്ചില്ല. അവർ നന്നായി പഠിച്ചു, അത് കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് സന്തോഷത്തിൻ്റെ അല്ലാത്ത അന്തരീക്ഷം ഇല്ലല്ലോ. എല്ലായിടവും സന്തോഷം, ജീവിതം മുഴുവൻ സന്തോഷം. കാരണം ഞാൻ ഒന്നിനെയും നെഗറ്റീവായി കാണുന്നില്ല, എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണുന്നു. നമ്മൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. ആഗ്രഹങ്ങളും നെഗറ്റീവാണല്ലോ നമുക്ക് സങ്കടം വരുന്നത്. ഇതൊന്നും എനിക്കില്ല. ഞാനെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. എൻ്റെ മുമ്പിൽ വരുന്ന വിഷയം പോസിറ്റീവായിട്ട് കാണുന്നു. എനിക്കിന്നതാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചങ്ങ് പോകാറില്ല, ആഗ്രഹിക്കുന്നതുമില്ല. ഇന്നതേ ആകാവൂ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകണം ഇല്ല. വരുന്നു, അത് സ്വീകരിക്കുന്നു. കിട്ടാത്തതിനെക്കുറിച്ച് ദുഃഖിക്കാറുമില്ല, കിട്ടിയതിനെക്കുറിച്ച് അത് ആഹ്ലാദിക്കാറുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളും പാഠവും പഠിച്ച ഒരാളാണ് ഞാൻ. വന്ന വഴികളിലെല്ലാം ഈ അനുഭവങ്ങളും പാഠവും പഠിച്ചു. വളരെ താഴെ നിന്ന് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. താഴ്ന്നു നിൽക്കുന്നവരുമായിട്ട് ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകൾ നമ്മളെക്കാൾ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരായിരിക്കും. പക്ഷേ നമുക്ക് കിട്ടിയ ചിലപ്പോൾ സ്ഥാനമാനങ്ങളോ അനുഗ്രഹം അവർ കിട്ടിയില്ലെന്ന് വരാം. പക്ഷെ അവർ അയോഗ്യരല്ല. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം നമ്മൾ കൊടുക്കണം. ഇതൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ ആ സേവന സന്നദ്ധരായിരിക്കണം. ഇപ്പോൾ 3 പേരും ഡോക്ടേഴ്സായി വരുമ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടറാകണമെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. നിർബന്ധമായും പറയാറുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പണം ഉണ്ടാക്കണം, പക്ഷേ നിങ്ങൾ സേവന സന്നദ്ധരായിരിക്കണം. കാരണം നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളൊരു ഭാഗ്യം, അല്ലെങ്കിൽ ഒരു അനുഗ്രഹം. നിങ്ങളെക്കാൾ കഴിവുള്ള ഇത്രയും കുഞ്ഞുങ്ങൾ ഈ രാജ്യത്ത് ഇത് കിട്ടാതെ പോയി. എത്രയോ മിടുക്കൽ കുട്ടികൾ കിട്ടിയില്ല. നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങളുടെ ഒരു അനുഗ്രഹമായിരിക്കാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കണം. നിങ്ങൾക്ക് മാത്രമായിട്ട് ഇത് വിനിയോഗിച്ചാൽ നിൻ്റെ ജീവിതം പൂർണ്ണമാകുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല. വിനിയോഗിക്കുന്നതായിരിക്കും എൻ്റെ പ്രതീക്ഷ. ഇത് നാളെ അവരെന്ത് ചെയ്യുന്നുള്ളത് അവരുടെ കാര്യം. അപ്പം നമ്മളെല്ലാ കാര്യത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നത്. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോഴാണ് പ്രയാസങ്ങൾ വരുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടില്ല പൊതുജീവിതത്തിൽ ഇന്ന് വരെ. വളരെ 8ാം ക്ലാസ്സിൽ പഠിക്കും പൊതുജീവിതം ആരംഭിച്ച് ഈ നിമിഷം വരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ ഒരാളിനെ മോശപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല, ഒരാളിനും പാരവെക്കാൻ ശ്രമിച്ചിട്ടില്ല. പാർട്ടിക്കകത്ത് തന്നെ എന്തെല്ലാം ആഭ്യന്തര പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ചെയ്യാറില്ല. എന്നെപ്പറ്റി ചിലപ്പോൾ സംശയം കാണാം. ഞാൻ പറഞ്ഞു, എനിക്ക് ആ കാര്യം 100% ഒരു കോംപ്രേഡിന് ഞാൻ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാറില്ല. ചെയ്തിട്ടില്ല, ചെയ്യാറുമില്ല, ഇന്ന് വരെ ചെയ്തിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല എനിക്ക്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രയാസകരമായ ഒന്നായാലും എന്നെ ഇന്ന ആളാണ് പ്രയാസപ്പെടുന്നു പറഞ്ഞാലും ഞാൻ അവരെ വ്യക്തിപരമായി സംഘടനാപരമായി പറയും. അതിൻ്റെ നിലപാടുകൾ അഭിപ്രായങ്ങൾ ഉറച്ചു വയ്ക്കും, പാർട്ടി പുറത്ത് പറയും. പക്ഷെ വ്യക്തിപരമായി ഒരിക്കലും ഒരാളിനെ ഈ ജീവിതത്തിൽ ആക്ഷേപിക്കാനോ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ താറടിക്കാനോ ഇല്ലായ്മ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടൊക്കെ ഒരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഈ ചെങ്ങന്നൂർ പോലുള്ള പ്രദേശത്ത് പാർട്ടിയൊക്കെ വളരാനൊക്കെ ചെറിയൊരു സഹായം ആ കാര്യത്തൊക്കെ എൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്നെൻ്റെ വിശ്വാസം. ഈ ഓണം ക്രിസ്മസും ഒക്കെ നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെ മാത്രം ആഘോഷമായിട്ടല്ല കാണുന്നത്. ഈ ആഘോഷവേളയിൽ എപ്പോഴെങ്കിലും ദുഃഖത്തോടെ ഇരിക്കേണ്ട അല്ലെങ്കിൽ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള, പോലീസിൻ്റെ മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടന്നിട്ടുള്ള അങ്ങനെ ഒരു ആഘോഷ ദിവസം ഉണ്ടോ ജീവിതത്തിൽ? ജയിലിൽ കിടന്നിട്ടുണ്ട്, മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ആഘോഷ ദിവസങ്ങളൊന്നും അങ്ങനെ സംഭവിച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ UDF ഒക്കെ ഭരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ചില റിയാക്ഷൻസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സമര കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പോകേണ്ടി വരുമായിരിക്കാം. അതല്ലാതെ പൊതുവെ ആഘോഷങ്ങൾ ഒക്കെ പടുക്ക് കിടക്കും ഞാൻ. കാരണം ഇതൊന്നും ആരുടെയും പ്രത്യേകമായ ഒരു മതവിഭാഗത്തിൻ്റെ ആഘോഷമായിട്ട് ഞാൻ കാണുന്നില്ല. ഇതൊരു ക്രിസ്ത്യാനിയുടെ ആണോ ക്രിസ്മസ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടാകട്ടെന്നല്ലേ ക്രിസ്തു പഠിപ്പിച്ച്. ലോകസമാധാനം ഉണ്ടോ? ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളല്ലേ ലോകത്ത് അസമാധാനത്തിൻ്റെതായ സന്ദേശം കൊടുക്കുന്ന പലയിടത്തും. അപ്പോൾ ക്രിസ്തു പഠിപ്പിച്ചതാണ് ഇത് ഇന്നതിൻ്റെതാണെന്ന് വീണ്ടും ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, ലോകത്തെ മൊത്തം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ക്രിസ്മസ് കരോൾ ദിവസങ്ങളിൽ നമ്മൾ സന്ദേശങ്ങൾ കൊടുക്കുമല്ലോ, അത് ആവർത്തിച്ച് പറയുന്നത് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളായ ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സന്ദേശം നിങ്ങൾ ലോകം നടപ്പാക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടാകാൻ വേണ്ടി ലോകത്തെ സംരക്ഷിക്കണം, എല്ലാവർക്കും സാഹോദര്യത്തോടെ ജീവിക്കണം. അത് ക്രിസ്തുവിൻ്റെ ആശയം. നബിയുടെ ആശയം ഇപ്പുറത്തുണ്ട്. ഇപ്പം ഗീത പഠിപ്പിക്കുന്നത് വ്യത്യസ്തമല്ലല്ലോ. എല്ലാവരും നന്നായി ജീവിക്കണം എന്നല്ലേ ഭഗവത്ഗീത പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും വിശ്വാസങ്ങൾ നമ്മൾ ഈ ചെറിയ നീർച്ചാലുകൾ ഇങ്ങനെ പോയി നദികളായി കായലുകളായി കടലിലേക്ക് പോകുമെന്ന് പറഞ്ഞ പോലെ എല്ലാ ധാരയും ഒരിടത്തേക്കാണ് എത്തിച്ചേരുന്നത് ആത്യന്തികമായി. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ സമാധാനവും സന്തോഷവും സൗഭാഗ്യവും ഇതാണ് എല്ലാം ഒന്നായി ചേരുമ്പോൾ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ക്രിസ്ത്യാനിയുടെ ആണ് എന്നുള്ള ധാരണ എനിക്കില്ല. ക്രിസ്തു സകലരുടേതുമാണ്, നബി സകലരുടേതാണ്, മഹാഭാരതവും രാമായണവും സകലരുടേതാണ്. അല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റും ആഗ്രഹിക്കുന്നുണ്ടാകാം. എൻ്റെ മതമാണ് ശരി, ഞാൻ പഠിച്ചതാണ് ശരി,
എന്ന് പറയുന്നതാണ് ലോകത്ത് അസമാധാനം ഉണ്ടാകുന്നത്. അതിൻ്റേതായ പ്രശ്നങ്ങൾ ലോകത്തുണ്ട്. മന്ത്രി സജി ചെറിയാൻ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ഏതാണ്? ഇപ്പോൾ ക്രിസ്മസിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി തരാനോ ഒപ്പം തന്നെ അദ്ദേഹം എന്തെങ്കിലും പാകം ചെയ്യും? പുള്ളി നല്ലൊരു പാചക വിദഗ്ധനാ. വിദഗ്ധനാ. പ്രത്യേകിച്ച് മീൻകറി നന്നായിട്ട് വെക്കും. അതുപോലെ തന്നെ ബീഫൊക്കെ കറി വെക്കുകയും ഉലത്തുകയും എല്ലാം ചെയ്യും. അത് നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വെക്കും. പിന്നെ പാചകകലയിലൊക്കെ ഒരു ആഗ്രഹം എന്ന് വേണേലും പറയാം. അതൊക്കെ ഒരു ഇഷ്ടമാണ് പുള്ളിക്ക്. പാചകമൊക്കെ ചെയ്യാൻ കയറുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ ഒരു ഇഷ്ടകലയായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പം നമ്മളെ സഹായിക്കണം എന്നുള്ള രീതിയിലും വരാറുണ്ട്. ബട്ട് ഹി ലൈക്സ് ഇറ്റ്. ഒരിക്കലും പരാതി പറയാറില്ല അങ്ങനെ. പിന്നെ പുള്ളിയുടെ ഇഷ്ടം നമ്മൾ നോക്കി നമ്മളതിന് വേണ്ടി അങ്ങ് പ്രവർത്തിക്കും. അപ്പം പുള്ളിക്ക് ഇഷ്ടമുള്ള കറികളും കൂട്ടാനും ഒക്കെ വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുമല്ലോ. അല്ലാതെ പുള്ളി അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ പരാതിയൊന്നും പറയാറില്ല, നമ്മളെ വിഷമിപ്പിക്കാറുമില്ല അങ്ങനെ. മനസ്സിൽ തങ്ങി നിൽക്കുന്നത്, നിങ്ങൾ 3 പേർക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസ് കാലം എപ്പോഴാണ് കോമൺ ആയിട്ട് നമുക്ക് പറയാനായിട്ട്? അത് ഈ കുട്ടികളുടെ ഈ 12ാം ക്ലാസ്സിന് മുൻപുള്ള സ്കൂൾ സമയത്ത് തന്നെ സ്കൂൾ സമയത്ത് തന്നെ ചേച്ചിമാര് നമ്മുടെ സ്കൂൾ സമയത്തെ ആ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ക്രിസ്മസ് എപ്പോഴും നല്ലതായിരുന്നു. അത്ര തിരക്കുള്ള ആളായിരുന്നില്ല പുള്ളി. ഇവരുടെ സ്കൂളിംഗ് ടൈമിൽ പുള്ളി അത്ര തിരക്കുള്ള ആളായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും പുള്ളിയും ഇനീഷ്യേറ്റീവ് എടുത്ത് പടക്കം പൊട്ടിക്കാനും ഒക്കെ ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കാനും പിന്നെ ഞങ്ങളോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ റിലേറ്റീവ്സിനെ എല്ലാം വിളിച്ച് ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ പോലെ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ വിളിച്ചൊരു ഗെറ്റ് ടുഗദർ പോലെ ഞങ്ങളൊന്ന് കൂടും. പാട്ടൊക്കെ പാടുമല്ലോ, അപ്പോൾ ആരാ ഒരു പാട്ട് പാടും? നന്ദിയേഴും നൽ സ്തുതികൾ അപദാന കീർത്തനങ്ങൾ അന്നരം തുറന്നു പാടാം രാഗമാലികകൾ. നന്ദിയേഴും നൽ സ്തുതികൾ അപദാന കീർത്തനങ്ങൾ അധരം തുറന്നു പാടാം രാഗമാലികകൾ. സ്നേഹം പകർന്നു താരം ജ്വലിച്ചു ഉന്നത വീഥികളിൽ. സന്ദേശം മാനവർക്കെല്ലാം മോദമായി ഭൂമിയിൽ. സ്നേഹം പകർന്നു താരം ജ്വലിച്ചു ഉന്നത വീഥികളിൽ. ശാന്തി സന്ദേശങ്ങൾ മനുഷ്യർക്കെല്ലാം മോദമായി ഭൂമിയിൽ. ഒരു ക്രിസ്മസ് വൈബിലേക്ക് എത്തി. എന്താണെങ്കിലും മന്ത്രി ഇന്ന് കുടുംബത്തോടൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാവിധ ക്രിസ്മസ് ആശംസകൾക്കും. ഹാപ്പി ക്രിസ്മസ്. അധരം തുറന്നു പാടാം രാഗമാലികകൾ.